നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,471ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം എണ്ണി തുടങ്ങുന്നത്. ഇന്ന് മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1201 കന്നിമാസം 2-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ഭാദ്രപദ മാസം 27-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം 18-ാം തീയതി. ഇത് കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. ഈ ദ്വാദശി തിഥി 11:24 രാത്രി വരെ ഉണ്ട്. ഇന്ന് നക്ഷത്രം വരുന്നത് പൂയം നക്ഷത്രമാണ്. അത് നാളെ രാവിലെ 6:32 വരെയുള്ള സമയത്ത് പൂയം നക്ഷത്രമുണ്ട്. കരണം വരുന്നത് പന്നിക്കരണമാണ്. 11:28 വരെ, ഉച്ചയ്ക്ക് 11:28 വരെയുള്ള സമയത്ത് പന്നിക്കരണമാണ്. നിത്യയോഗം വരുന്നത് ശിവനാമ നിത്യയോഗമാണ്. അത് രാത്രി 9:37 വരെയുള്ള സമയത്താണ്. ഞാറ്റുവേല ഉത്രം ഞാറ്റുവേല തന്നെയാണ്. 2 ആഴ്ചയാണ് ഒരു ഞാറ്റുവേല എന്ന് പറയുന്നത്. ശരത് ഋതു ആണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:16:55 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:19 4 അസ്തമയം സംഭവിക്കുന്നു. മധ്യ കേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 2 മിനിറ്റ് 9 ദോഷകാലങ്ങളാകുന്ന രാഹു ഗുളിക യമകണ്ഠക കാലത്തിൽ രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:48 മുതൽക്ക് 3:18 വരെയുള്ള സമയത്താണ്. ഗുളികൻ കാലം വരുന്നത് 9:17 മുതൽക്ക് 10:47 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം രാവിലെ 6:16 തുടങ്ങി 7:47 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും വർജ്യകാലങ്ങളാണ്. ആ കാലത്ത് പ്രധാനപ്പെട്ട യാത്രകൾ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:53 തുടങ്ങി 12:15 വരെയും തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ച് 12:19 മുതൽക്ക് 12:41 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത സമയത്ത് ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ടെടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ധനു കൂറുകാർക്കാണ്. മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. ശുഭകർമ്മങ്ങൾക്ക്, പുതിയ കർമ്മങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ദിവസമല്ല. ഇന്ന് നക്ഷത്രം രാവിലെ വരുന്നത് ആയില്യം നക്ഷത്രമാണ്. അതൊരു ശുഭനക്ഷത്രമല്ല. ശത്രു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിഷം, അതുപോലെ സാഹസകർമ്മങ്ങൾ, സർപ്പസംബന്ധിയായിട്ടുള്ള കർമ്മങ്ങൾ, കച്ചവടം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ആയില്യം നക്ഷത്രം അനുകൂലമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഈ നക്ഷത്രം അനുകൂലമല്ല. തിഥി വരുന്നത് ദ്വാദശി തിഥിയാണ്. വിവാഹാദി കാര്യങ്ങൾക്കും വ്രതബന്ധനത്തിനും ഒക്കെ അനുകൂലമാണ്. യാത്ര വർജ്യമാണ്. എങ്കിലും ഇന്നത്തെ ദിവസം പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് പൊതുവായിട്ട് നല്ലതല്ലാത്ത ദിവസമാണ്. നമസ്കാരം.